കുട്ടികളെ, എല്ലാവർക്കും സ്നേഹോസ് ബോട്ടണിയിലേക്ക് സ്വാഗതം. നിങ്ങൾക്കറിയാം, കോവിഡ് കാലഘട്ടത്തിൽ നടത്തുന്ന പരീക്ഷയ്ക്ക് ഏതൊക്കെ വിഷയങ്ങളിൽ ഏതൊക്കെ ഭാഗത്ത് കൂടുതൽ പ്രാധാന്യം നൽകണം എന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾക്ക് ഫോക്കസ് ഏരിയ എന്ന് പറയാം, അല്ലേ? ഏതൊക്കെ ചാപ്റ്ററിൽ ഏതൊക്കെ ഭാഗത്ത് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്ന് വിദ്യാഭ്യാസ വകുപ്പ് തന്നെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഭാഗം മാത്രം ചർച്ച ചെയ്യുകയാണ്. അതിനായി നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്ക് കൂടെ ഒന്നിച്ചുപയോഗിക്കാം. അപ്പോൾ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കും ഈ ക്ലാസ്സിൽ പറയുന്ന വിഷയങ്ങളും ഒന്നിച്ച് ചർച്ച ചെയ്ത് ഓരോ ക്ലാസ്സിൻ്റെ ഇടയിലും ഓരോ ടോപ്പിക്ക് തീരുമ്പോഴും ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. ഞങ്ങൾ ഇവിടെ ഇംഗ്ലീഷിലും മലയാളത്തിലും എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ബയോളജിയിലെ 2ാമത്തെ ചാപ്റ്ററും ബോട്ടണിയിലെ 1ാമത്തെ ചാപ്റ്ററുമായ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ പാഠത്തിൽ നിന്നും 3 ടോപ്പിക്കുകൾ മാത്രമാണ് നിങ്ങൾ പഠിക്കേണ്ടുന്നത്. ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ടുന്നത്. ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ്ഡ് ബൈ R.H. Whittaker, then their general characters of kingdom fungi, then viruses. ഇതിനായി പാഠഭാഗത്തിലെ ഏതൊക്കെ പേജുകൾ ഉപയോഗിക്കണമെന്നും ഈ പട്ടികയിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മൾക്ക് 1ാമത്തെ ചാപ്റ്ററിലെ ഈ ഭാഗങ്ങൾ ചർച്ച ചെയ്യാം. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത് R.H. Whittaker ആണ്. So students, you can study this point. Who proposed 5 kingdom classification? See, it is very important point. Who proposed 5 kingdom classification? It is proposed by R.H. Whittaker. Okay, so R.H. Whittaker proposed 5 kingdom classification. So ഇതൊരു ചോദ്യമാകാം. 5 kingdom ക്ലാസിഫിക്കേഷൻ ആരാണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഈസ് ബൈ R.H. Whittaker ഇൻ 1969. സോ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എല്ലാ ലിവിങ് ഓർഗാനിസത്തിനെയും 5 കിങ്ഡംസ് ആയിട്ട് വേർതിരിച്ചിരിക്കുകയാണ്. ഏതൊക്കെയാണ് 5 കിങ്ഡംസ്? കിങ്ഡം മൊനീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചെ, കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം ആനിമാലിയ. അപ്പോൾ ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ജീവികളെ 5 കിങ്ഡമായി വേർതിരിച്ചിരിക്കുന്നത്? നമുക്ക് ഈ ബോക്സിൽ നിന്നും ഓരോ പോയിന്റുകൾ നോക്കുമ്പോൾ തന്നെ അത് മനസ്സിലാകാം. അപ്പോൾ നമുക്ക് അത് എന്തൊക്കെ അടിസ്ഥാനത്തിൽ, ഏത് ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ 5 കിങ്ഡംസായി വേർതിരിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. സോ the main criteria, students, the next point, the main criteria for 5 kingdom classification. Criteria include 1. Cell structure. Cell മീൻസ് കോശത്തിൻ്റെ ഘടന. 2ാമത്തത് ബോഡി ഓർഗനൈസേഷൻ. 3ാമത്തത് മോഡ് ഓഫ് ന്യൂട്രിഷൻ. ഏത് രീതിയിലുള്ള പോഷണമാണ് ലഭിക്കുന്നത്, ഏത് രീതിയിലുള്ള ന്യൂട്രിഷനാണ് ലഭിക്കുന്നത്, മോഡ് ഓഫ് ന്യൂട്രിഷൻ. ദെൻ റീപ്രൊഡക്ഷൻ. ഏത് രീതിയിലുള്ള പ്രത്യുൽപാദനമാണ്? എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണോ, സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണോ, അല്ലേ? ദെൻ 5ാമത്തെ പോയിന്റ് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. ഇത് എവല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ്, പരിണാമവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഈ 5 ക്രൈറ്റീരിയ അനുസരിച്ചാണ് R.H. Whittaker
ജീവികളെയൊക്കെ 5 കിങ്ഡമായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്? സെൽ സ്ട്രക്ചർ, ബോഡി ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, റീപ്രൊഡക്ഷൻ, ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. കുട്ടികളെ എൻ്റെ കൂടെ തന്നെ പറഞ്ഞു പോവുക, അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ കേട്ട് പഠിക്കാൻ പറ്റും. ഒന്ന് ശ്രമിക്കുക. വാട്ട് ആർ ദ ക്രൈറ്റീരിയ യൂസ്ഡ് ബൈ R.H. Whittaker for 5 kingdom classification? Cell structure, body organization, mode of nutrition, reproduction, phylogenetic relationship. Okay? Now see, what are the 5 kingdoms? What are the 5 kingdoms here? First one, Kingdom Monera. See, first one, Kingdom Monera. Second, Kingdom Protista. Third, Kingdom Fungi. And next, fourth kingdom, Kingdom Plantae. And the fifth kingdom, Kingdom Animalia. So there are 5 kingdoms. What are the 5 kingdoms? Kingdom Monera, Kingdom Protista, Kingdom Fungi, Kingdom Plantae, and Kingdom Animalia. Once again, these classifications are based on various criteria. What are the criteria? Cell structure, body organization, then mode of nutrition, reproduction, phylogenetic relationship. Who proposed this 5 kingdom classification? R.H. Whittaker proposed this 5 kingdom classification. Then we can take each kingdom and we will study about that character. First one, cell type. മൊനീറയുടെ സെല്ല് ഏത് തരത്തിലുള്ള കോശമാണ് കിങ്ഡം മൊനീറയ്ക്കുള്ളത് അല്ലേ? ആ കിങ്ഡം മൊനീറയുടെ സെല്ല് അല്ലെങ്കിൽ അതിൻ്റെ കോശം എന്ന് പറയുന്നത് പ്രോകാരിയോട്ടിക് ആണ്. അതെ, ദേ ആർ പ്രോകാരിയോട്ടിക് അല്ലേ? പ്രോകാരിയോട്ടിക്കിൻ്റെ പ്രത്യേകത എന്താ? അതിന് ദേ ഡു നോട്ട് ഹാവ് എ ഡെഫിനിറ്റ് ന്യൂക്ലിയസ്. അതിൻ്റെ അകത്ത് മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല, അതിനുണ്ടാവില്ല. മർമ്മം എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്ട്രക്ചർ അതിനില്ല. അങ്ങനെയുള്ളതിനെ പ്രോകാരിയോട്ടിക് എന്ന് പറയും. അതിനെ മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് ക്ലിയറായി കാണാൻ പറ്റാത്തത് പ്രോകാരിയോട്സ്. എന്നാൽ യൂകാരിയോട്സ് നോക്കൂ, അടുത്ത കിങ്ഡത്തിൻ്റെ സെൽ എന്താണ്? യൂകാരിയോട്ടിക് ആണ്. അപ്പോൾ അതിൽ യൂകാരിയോട്സിൻ്റെ പ്രത്യേകത ദേ ഹാവ് എ ഡെഫിനിറ്റ് ന്യൂക്ലിയസ്, അവർക്കൊരു മർമ്മം ഉണ്ടാവും. ഓക്കെ, സോ വൺസ് അഗെയിൻ, Kingdom Monera, their cells are prokaryotic. See, Kingdom Monera cells are prokaryotic. And in all other cases, you see, cells are eukaryotic. In all other 4 families, 4 kingdoms, cells are eukaryotic. And so in Kingdom Monera, cell is prokaryotic, and in all others, cell is eukaryotic. That's very important. So you may get one question, which is the kingdom where the cells are prokaryotic? Which is that kingdom? Yes, Kingdom Monera. Then what about the cell wall? Okay, see, the Kingdom Monera, example bacteria. Okay, what about their cell wall? അവരുടെ കോശഭിത്തി എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? സെൽ വാൾ. ഓക്കെ, സെൽ വാൾ is made of Monera is made up of non cellulosic compounds. ഓക്കെ, സെല്ലുലോസ് അല്ലാതെ മറ്റ് കെമിക്കൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് പോളിസാക്രൈഡ് ഉണ്ടാകാം പ്ലസ് സം അമിനോ ആസിഡ്. നമ്മളതിനെ പെപ്റ്റിഡോഗ്ലൈക്കൻ എന്നും പറയും. അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. മൊനീറയുടെ സെൽ വാളിൽ എന്തില്ല? സെല്ലുലോസ് ഇല്ല, നോൺ സെല്ലുലോസിക്. ഓക്കെ, ദെൻ വാട്ട് അബൌട്ട് പ്രോട്ടിസ്റ്റ? പ്രോട്ടിസ്റ്റയിൽ ചില ജീവികൾക്ക് മാത്രമേ സെൽ വാൾ ഉള്ളൂ. സോ സെൽ വാൾ പ്രസൻറ്റ് ഇൻ സം. ദെൻ വാട്ട് അബൌട്ട് കിങ്ഡം ഫഞ്ചെ? സെൽ വാൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് chitin. Cell wall is present. It is made up of chitin. See students, this is very very important point. The cell wall of fungi is made up of chitin. Then what about cellulose? Kingdom Plantae. In Kingdom Plantae, cell wall is made up of cellulose. Okay.
Then in Animalia, cell wall is made up of nothing because cell wall is absent. Okay, so in Animalia, cell wall is absent. So students, regarding cell, first point that we studied, only kingdom Monera prokaryotic and all other kingdom eukaryotic. Then cell wall, chitin cell wall made up of chitin fungi, cell wall made up of cellulose plantae, cell wall totally absent in all the members of which kingdom? Animalia. Cell wall is ഈ കോശഭിത്തി ഏത് കിങ്ഡത്തിലെ ജീവികളിലാണ് നമ്മൾക്ക് കാണാനേ പറ്റാത്തത്? അവിടെ ഉണ്ടാവുകയില്ല സെൽ വാൾ, അല്ലേ? അത് ആനിമാലയിലാണ്. നമ്മുടെയൊക്കെ കോശങ്ങൾ തൊട്ട് നോക്കൂ, നിങ്ങളുടെ ടിഷ്യൂ തൊട്ട് നോക്കൂ, വളരെ സോഫ്റ്റ് അല്ലേ? മരം പോലെയാണോ അത്? അല്ല, അല്ലേ? ചെടികളുടെ പോലെ ഹാർഡല്ലല്ലോ. കാരണം എന്താ? നമ്മൾക്ക് കോശഭിത്തിയില്ല, സെൽ വാളില്ല. അപ്പോൾ ഈ ഒരു പോയിന്റ് ഓർക്കുക. വിച്ച് കിങ്ഡം സെൽ വാൾ ഈസ് ആബ്സെന്റ്? ആനിമാലിയ. വിച്ച് കിങ്ഡം chitin is present? Kingdom fungi. In which kingdom all their cell wall is made up of, main component of their cell wall is cellulose plantae. Okay, then nuclear membrane, marmastaram, nuclear membrane absent in Monera. That's why we are saying in kingdom Monera nucleus is absent or nuclear membrane is absent. This is the characteristics of which type of cell? Prokaryotic cell. Okay, that's why we say cell of kingdom Monera is prokaryotic. Why? Nuclear membrane, marmastaram, nuclear membrane is absent. Okay, so in kingdom Monera nuclear membrane is absent, but in all other kingdoms nuclear membrane is present. This is one of the important point. So only in kingdom Monera nuclear membrane is absent because it is prokaryotic. In all others you can see nuclear membrane is present. Next, body organization. You know, bacteria. In which kingdom bacteria? Kingdom Monera. Their body is made up of only cell. Some cells, one cell is there. So we can say unicellular or cellular. See, bacteria is made up of single cell. So these are cellular or unicellular. They are unicellular, made up of one cell. ഏകകോശ ജീവികളാണ് മൊനീറ. കിങ്ഡം മൊനീറ ഏകകോശ ജീവികളാണ്, യൂണിസെല്ലുലാർ ഓർഗാനിസം. വാട്ട് അബൌട്ട് കിങ്ഡം പ്രോട്ടിസ്റ്റ? Kingdom Protista also cellular. That means unicellular. This is also unicellular. What about Kingdom Fungi? Kingdom Fungi is multicellular and tissue is loose. Then Kingdom Plantae, there is tissue and organ. Leaf, stem, root, different organs are there. But in kingdom Animalia, you can see tissue, organ and organ system. This is called a body organization. Okay, and the last one is nutrition. See, the mode of nutrition, അതിന് ഓരോ കിങ്ഡംസിലെയും അംഗങ്ങൾക്ക് കിട്ടുന്ന പോഷണം കിട്ടുന്നത് വിവിധ രീതികളിലാണ്. അതിൽ മോഡ് ഓഫ് ന്യൂട്രീഷൻ ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ ആ ജീവികൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടുന്ന ഭക്ഷണം സ്വന്തമായി ഉണ്ടാക്കുന്നു, അതിന് വേണ്ടുന്ന ഫുഡ് അത് സ്വന്തമായി ഉണ്ടാക്കുന്നു. അത് രണ്ട് രീതിയിൽ ഉണ്ടാക്കാം. വൺ ഈസ് യൂസിങ് സൺലൈറ്റ്, അനദർ യൂസിങ് കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ സഹായത്താലോ അല്ലെങ്കിൽ രാസപ്രവർത്തനങ്ങളിലൂടെയോ ലഭിക്കുന്ന ഊർജം ഉപയോഗിച്ച് അതിന് വേണ്ടുന്ന ഫുഡ്, കാർബൺ ഡൈ ഓക്സൈഡെന്നും മറ്റും അതിന് വേണ്ടുന്ന ഫുഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾക്ക് ഓട്ടോട്രോഫിക് എന്ന് പറയാം. ബാക്ടീരിയയിൽ രണ്ട് ടൈപ്പ് ഓട്ടോട്രോഫിക്കുകളുണ്ട്. ആരൊക്കെയാണ്? കീമോസിന്തറ്റിക് ആൻഡ് ഫോട്ടോസിന്തറ്റിക്. അതായത് സൺലൈറ്റ് ഉപയോഗിച്ച് ഫുഡ് സിന്തസൈസ് ചെയ്യുന്നവർ ഫോട്ടോസിന്തറ്റിക്. കെമിക്കൽ റിയാക്ഷൻ, രാസപ്രവർത്തനങ്ങളിലൂടെ റിലീസ് ചെയ്യുന്ന എനർജി ഉപയോഗിച്ച് ഫുഡ് ഉണ്ടാക്കുന്നവർ കീമോസിന്തറ്റിക്. ഇതല്ലാതെയും ബാക്ടീരിയകൾ നമ്മുടെ ഫുഡ് യൂസ് ചെയ്യാറുണ്ടല്ലോ, അല്ലേ? അതിനെ നമ്മൾ എന്താ വിളിക്കുക? ഹെറ്ററോട്രോഫിക്, അല്ലേ? അല്ലെങ്കിൽ അഴുകുന്ന വസ്തുക്കളിൽ നിന്നും ഫുഡ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ മറ്റ് ജീവികളുടെ ശരീരത്തിൽ വളർന്നുകൊണ്ട് ഫുഡ് യൂസ് ചെയ്യും. ഇതിനൊക്കെ നമ്മൾക്ക് എന്താ വിളിക്കുക?
ഹെറ്ററോട്രോഫിക് അല്ലേ, ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ. അഴുകുന്ന വസ്തുക്കളാകുമ്പോൾ ആ ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷനെ സാപ്രോഫൈറ്റിക് എന്നും, ജീവനുള്ളവയിൽ നിന്ന് തന്നെ ഭക്ഷണം വലിച്ചെടുക്കുമ്പോൾ അതിനെ പാരസൈറ്റിക് എന്നും പറയുന്നു. അപ്പോൾ നോക്കൂ, കിങ്ഡം മൊനീറ ന്യൂട്രീഷൻ്റെ കാര്യത്തിൽ ഒരു വൈവിധ്യം കാണിക്കുന്നുണ്ട് അല്ലേ. ന്യൂട്രീഷൻ്റെ കാര്യത്തിൽ എന്തൊക്കെയാത്? ഓട്ടോട്രോഫിക്, ഫോട്ടോസിന്തറ്റിക്, ഓട്ടോട്രോഫിക് ആൻഡ് ഹെറ്ററോട്രോഫിക്. ഓട്ടോട്രോഫിക്കിന് രണ്ട് തരത്തിലുണ്ട്, കീമോസിന്തറ്റിക് ആൻഡ് ഫോട്ടോസിന്തറ്റിക്. ആൻഡ് ഹെറ്ററോട്രോഫിക് രണ്ട് തരത്തിൽ വരുന്നു, സാപ്രോഫൈറ്റിക് ആൻഡ് പാരസൈറ്റിക്. ദെൻ കിങ്ഡം മൊനീറ nutrition autotrophic and heterotrophic. Then kingdom fungi all are heterotrophic and saprophytic and parasite. There is no autotrophic forms in kingdom fungi. And in kingdom plantae there are autotrophic. And kingdom animalia all are heterotrophic. So students, you see in two kingdom in which all are heterotrophic. In which all are heterotrophic. What are they? Kingdom fungi and kingdom animalia. Okay, so students, regarding nutrition, you see in that which is showing high diversity in the mode of nutrition, kingdom Monera, different types, autotrophic, heterotrophic. Autotrophic two types, chemosynthetic, photosynthetic. Heterotrophic two types, saprophytic and parasitic. Then in kingdom Monera, autotrophic and heterotrophic. And kingdom fungi all are heterotrophic, and kingdom plantae all are autotrophic, and kingdom animalia all are heterotrophic. So in kingdom fungi and kingdom animalia, nutrition all are heterotrophic. Okay students, so that's all. 5 kingdom classification proposed by R.H. Whittaker. Students, now I will ask you some question. Who proposed 5 kingdom classification? Students, try to say your answer. Who proposed 5 kingdom classification? Yes, it is R.H. Whittaker. It is proposed by R.H. Whittaker. What are the 5 kingdoms? Kingdom Monera, kingdom Protista, kingdom Fungi, kingdom Plantae, kingdom Animalia. Then, which is the kingdom where the cells are prokaryotic? പ്രോക്യാരിയോട്ടിക് സെല്ലുള്ള കിങ്ഡം ഏതാണ്? പറയൂ ഉത്തരം. യെസ്, കിങ്ഡം മൊനീറ. നെക്സ്റ്റ്, ഇൻ വിച്ച് കിങ്ഡം ന്യൂക്ലിയർ മെംബ്രെയിൻ ഈസ് ആബ്സെൻറ്റ്? യെസ്, ദിസ് ഈസ് ഓൾസോ ആൻസർ, കിങ്ഡം മൊനീറ. നെക്സ്റ്റ്, ഇൻ വിച്ച് കിങ്ഡം സെൽ വാൾ കണ്ടെയ്ൻസ് കൈറ്റിൻ? യെസ്, ഇറ്റ് ഈസ് കിങ്ഡം ഫഞ്ചി. നെക്സ്റ്റ്, ഇൻ വിച്ച് കിങ്ഡം cell wall is totally absent? It is kingdom Animalia. Okay, next, in body organization, what are the 2 kingdoms in which cells are organisms are unicellular? Which are the 2 kingdoms in which organisms are unicellular? Yes, kingdom Monera and kingdom Protista. Among these, which is prokaryotic and which is eukaryotic? Only kingdom Monera is prokaryotic, kingdom Protista eukaryotic. Now, one question. Which is the unicellular prokaryotes? In which kingdom unicellular prokaryotes are involved? In which kingdom unicellular and prokaryotes? Organisms are unicellular, at the same time they are prokaryotic. Yes, which kingdom? Answer is kingdom Monera. Okay, kingdom Monera, unicellular prokaryotic. Then at the same time students, unicellular eukaryotic. All the members of this kingdom are unicellular eukaryotes. All the members of this kingdom is unicellular eukaryotes. Which kingdom? Kingdom Protista. Okay, these 2 points are very, very important regarding the body organization. Hope you understood. Now, next question. What are the criteria used by R.H. Whittaker in his 5 kingdom classification?
What are the criteria used by R.H. Whittaker in Five Kingdom classification? What are the criteria used by R.H. Whittaker in Five Kingdom classification? Yes, start. What are the answer? Cell structure, body organization, mode of nutrition, reproduction, and phylogenetic relationship. So we study this topic, Five Kingdom classification. Students, now we can do one exercise. Here the characteristics of different kingdoms. You have to match characteristics with its corresponding kingdom. First one, prokaryotic cell. Students, you know the prokaryotic cell. This is the characteristics of which kingdom? Prokaryotic cell, only one kingdom is there. Yes, it is kingdom. This is kingdom Monera. Next one, nuclear membrane absent in which one? Yes, that's also absent in kingdom Monera because you know they are prokaryotes. Example, bacteria. Then nuclear membrane present in all kingdoms. Okay, all other kingdoms except kingdom Monera, because you know in kingdom Monera only nuclear membrane is absent. So in all other four kingdoms, kingdom nuclear membrane is present. Example, kingdom Protista, Fungi, Planta, Animalia. Next, chitin cell wall. You know, chitin cell wall present in which kingdom? Yes, it is kingdom Fungi. Next, cell wall absent. In which kingdom cell wall is absent? Yes, kingdom Animalia. Next, only heterotrophic nutrition. Two kingdoms are there. What are they? Kingdom Fungi and kingdom Animalia. Unicellular prokaryotes. Which is unicellular prokaryotes? Unicellular prokaryotes, you know, kingdom, again kingdom Monera. Then unicellular eukaryotes, yes, kingdom Protista. Students, you know example for kingdom Protista? Amoeba. Next, chemosynthetic and photosynthetic nutrition, that's in kingdom Monera. Next, polysaccharide and amino acid in cell wall, that is also in kingdom Monera. Okay students, once again we can conclude that kingdom Monera, prokaryotes, nuclear membrane absent and only unicellular. Their cell wall may have polysaccharide and amino acid. Kingdom Protista, unicellular eukaryotes, and all other from Protista onwards all are eukaryotes and all are having nuclear membrane. Kingdom Fungi has cell wall chitin, and in Animalia cell wall is absent. Only heterotrophic nutrition in kingdom Fungi and kingdom Animalia. Okay? Okay students, hope you studied Five Kingdom classification. The first topic is over. Fungi. These include heterotrophic eukaryotes. And the body of fungi, that include thread-like structures. These thread-like structures of fungus, this is called a hyphae. And the interconnected, a network of hyphae is called a mycelium. So thread-like structure is called a hyphae, and the network of this thread-like structure or network of this hyphae is called a mycelium. So the body of fungus, it is long thread-like slender structure called a hyphae. So what are hyphae? The body of fungus consists of long slender thread-like structure called a hyphae. And the network of hyphae is known as mycelium. So students, body of fungi consists of long slender thread-like structure called a hyphae, and network of hyphae is known as mycelium. ഫംഗസിൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ അവിടെ
നേർത്ത നൂല് പോലെ വെള്ള നിറത്തിൽ കാണുന്ന ഒരു സ്ട്രക്ചറാണ്. അതിനെ ഹൈഫ എന്ന് പറയും. ഒരുപാട് ഹൈഫകൾ ഒന്നിച്ചു ചേർന്നുമ്പോൾ അതിനെ മൈസീലിയം എന്ന് വിളിക്കുന്നു. See, there are two types of hyphae, aseptate hyphae and septate hyphae. Septa means cross wall. A hyphae without cross wall is called a aseptate hyphae, and the hyphae with the cross wall is called a septate hyphae. See here the septate hyphae, it is having many nucleus, multinucleated cytoplasm. That condition is called as xenocytic. And next one is septate hyphae. You see, septate hyphae is having cross walls. Now I drawn cross walls. Okay, and they are not multinucleated. Cytoplasm is not multinucleated. So there are two types of hyphae, septate hyphae and aseptate hyphae. And aseptate hyphae are always xenocytic. Okay, and which hyphae is continuous to aseptate hyphae? Which hyphae is septate or having cross walls? Yes, these are septate. And you see, in aseptate hyphae there is a multinucleated condition. This condition is called a xenocytic. Okay, so there are two types of hyphae, aseptate hyphae and septate hyphae. Aseptate hyphae without septa, they are without a septa or they are without a cross wall. So there is a multinucleated condition called a xenocytic. And septate hyphae means they have cross walls. Okay, so they are septate and aseptate. Students, you see that the body of fungi contains thread-like structure called a hyphae. At the same time, there are some fungus whose body is not made up of thread or filament-like structures. So, fungi are filamentous or thread-like with the exception of unicellular yeast. So, students, which is an example for unicellular fungus? Yes, example for unicellular fungus, unicellular fungi is yeast. Okay, you know, it is used for the preparation of bread and beer, or for the making of alcohol. Yeast is used in making of alcohol. Students, what is the nutrition in fungus? You know, they are heterotrophic. Okay, they are heterotrophic. And you know, there are two types of heterotrophs, saprophytes and parasites. Saprophytes and parasites. What is the difference between saprophytes and parasites? See, the saprophytes absorb soluble organic matter from dead substrate. So they are called saprophytes. Then what are parasites? Parasites depends on living plants and animals for their food. So which obtain the food from dead substrate are called a substrate, and which obtain food from living organism are called a parasites. So the nutrition in fungus is heterotrophic. It may be saprophytic or parasitic. Okay, and students, you know, fungi can also live as symbionts. Okay, what is symbionts? Symbionts means, or symbiosis means, this is an association between two organisms in which both the organisms are benefited. രണ്ട് ജീവികൾ തമ്മിൽ പരസ്പര സഹകരണത്തോടെ ജീവിക്കുന്നു. അപ്പോൾ ഒരാൾ മറ്റൊരാൾക്ക്
ഉപകാരപ്പെടുന്നു. ഓക്കെ, അത്തരത്തിലുള്ള ഒരു അസോസിയേഷനെയാണ് നമ്മൾക്ക് സിംബയോസിസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫംഗസും സിംബയോസിസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിന് ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് ലൈക്കനും മൈക്കോറൈസയും. ഓക്കെ, സോ the example for symbiosis in fungus, they are lichen. Students, you know, lichen is an association between algae and fungi. സോ ആൽഗയും ഫംഗസും ഒന്നിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയാണ്, ആ ഒരു അസോസിയേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലൈക്കൻ. സോ വാട്ട് ഈസ് ലൈക്കൻ? ലൈക്കൻ ഈസ് ആൻ അസോസിയേഷൻ ബിറ്റ്വീൻ This is an association between fungus and algae. And algae, that component is called a phycobiont. And that fungal component is called a mycobiont. Students, here the algae will prepare food, and that food will get to fungi also, and fungi absorb water and minerals. So algae will get water and minerals with the help of fungi, and the fungi will get food by algae, and the shelter also provided by fungi. So what are the benefits from algae? Algae prepares food, fungi help in the absorption of water and minerals, and also provide shelter. അപ്പോൾ ഈ ലൈക്കൻ എന്ന് പറയുന്നത് ഒരു സിംബയോട്ടിക് അസോസിയേഷനാണ്, അല്ലെങ്കിൽ അതിനെ മ്യൂച്വലിസം എന്നും പറയുന്നു. ഇവിടെ ആൽഗയ്ക്കും ഫഞ്ചിയും പരസ്പരം ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആൽഗ രണ്ടുപേർക്കും വേണ്ടുന്ന ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു, ഫഞ്ചി എന്ത് ചെയ്യുന്നു? അവർക്ക് വേണ്ടുന്ന ഷെൽട്ടർ ഉണ്ടാക്കുന്നു, അതോടൊപ്പം തന്നെ ഇവർക്ക് വേണ്ടുന്ന വെള്ളവും മിനറൽസും അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ രണ്ടുപേരും പരസ്പരം സഹായിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു അസോസിയേഷനെയാണ് നമ്മൾ സിംബയോസിസ് അല്ലെങ്കിൽ മ്യൂച്വലിസം എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിളാണ് ലൈക്കൻ. ലൈക്കൻ ഈസ് എൻ അസോസിയേഷൻ ബിറ്റ്വീൻ ഫംഗസ് ആൻഡ് ആൽഗെ. സെക്കൻഡ്, അനദർ അസോസിയേഷൻ മൈക്കോറൈസ. അനദർ എക്സാമ്പിൾ, ഇറ്റ് ഈസ് മൈക്കോറൈസ. So mycorrhiza is an association of roots of higher plants and fungus. So students, association between algae and fungi is called lichen, and association of fungus and root of plants is called mycorrhizae. So root will provide food for fungus, and fungus will help for absorption of water and minerals. This you can see in the roots of some gymnosperm like pinus. In pinus tree, okay, roots of pinus tree, പൈൻ മരങ്ങൾ നിങ്ങൾക്കറിയാം അല്ലേ, പൈനസ് ട്രീ. ഈ പൈൻ മരങ്ങളുടെയൊക്കെ വേരുകളിൽ ഫംഗസുകൾ വളരും. ഈ ഫംഗസുകൾ ആ മരത്തിന് ഉപകാരങ്ങളാണ് ചെയ്യുന്നത്. എന്താണ്? ആ മരത്തിന് വേണ്ടുന്ന വെള്ളവും മിനറൽസും അബ്സോർബ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. പകരം മരം എന്തോ ചെയ്യുന്നു? ഈ വലിയ മരങ്ങളുടെ വേരുകൾ ഫംഗസിന് വേണ്ടുന്ന ഫുഡ് കൊടുക്കുന്നു. അപ്പോൾ വലിയ മരങ്ങളുടെ വേരുകളും ഫംഗസും തമ്മിലുള്ള അസോസിയേഷനാണ് മൈക്കോറൈസ. ഓക്കെ, നൗ വി ക്യാൻ ഡിസ്കസ് റീപ്രൊഡക്ഷൻ ഇൻ ഫംഗസ്. സ്റ്റുഡൻസ്, റീപ്രൊഡക്ഷൻ ഇൻ ഫംഗസ്. There are two types of reproduction. You know, there are three types: vegetative reproduction, asexual reproduction, then sexual reproduction. You know, vegetative reproduction, example, two types are there, many types are there. Among this, fragmentation. ഫംഗസിൻ്റെ ഹൈഫകൾ ബ്രേക്ക് ചെയ്ത് പോയി അത് പലയിടത്ത് വളരുന്നതിന് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയാം അല്ലേ. അതുപോലെ ഫിഷൻ നമ്മൾക്ക് കാണുന്നത് ഈസ്റ്റിലാണ്, ഈസ്റ്റ് ഫംഗസിലാണ് ഫിഷൻ ഉണ്ടാവുന്നത്. ദെൻ ബഡ്ഡിങ്ങും നമ്മൾക്ക് കാണാൻ പറ്റുന്നത് ഈസ്റ്റിലാണ്. ഫിഷൻ ആൻഡ് ബഡ്ഡിങ് വി ക്യാൻ സീ ഇൻ ഈസ്റ്റ്. Then asexual reproduction,
Different types of spores are there. They are producing different types of spores. What are they? Conidia or conidiospores. Then sporangiospores. So different types of spores are conidia, sporangiospores and zoospores. Then sexual reproduction also involves different types of spores are forming there. They are oospores, ascospores, basidiospores. So sexual spores are oospore, ascospores, basidiospores. Asexual spores, conidia, sporangiospores and zoospores. Students, so in fungus you can see three types of reproduction: vegetative, asexual and sexual. Asexual spores, conidia, sporangiospores, zoospores. Sexual spores, oospores, ascospores and basidiospores. And this sexual reproduction involves three steps. Three steps are there in sexual cycle. Students, there are three steps in sexual cycle. What are the three steps in sexual cycle? We can discuss three steps in sexual cycle of fungus. See, first one, fusion of protoplasm between two motile or non-motile gametes. നിങ്ങൾക്കറിയാം സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഗ്യാമീറ്റ്സുകൾ ഉണ്ടാവും. ഈ ഗ്യാമീറ്റ്സുകൾ ചലിക്കാൻ പറ്റുന്നതാകാം, അതിനെയാണ് മോട്ടൈൽ എന്ന് പറയുന്നത്. ചലനശക്തി ഇല്ലാത്തതിനെ നോൺ മോട്ടൈൽ. അപ്പോൾ ചലിക്കാൻ പറ്റുന്നതോ അല്ലാത്തതോ ആയ ഗ്യാമീറ്റ്സുകൾ തമ്മിൽ ആദ്യം ഫ്യൂസ് ചെയ്യുന്നു. അതിനെ നമ്മൾ പറയുന്നതാണ് പ്ലാസ്മോഗമി. സോ വാട്ട് ഈസ് പ്ലാസ്മോഗമി? ഫ്യൂഷൻ ഓഫ് ടു ഗ്യാമീറ്റ്സ് or fusion of two hyphae or fusion of two gametes is called a plasmogamy. Second stage, fusion of their nucleus. So students, first stage, see here is the one part of the hyphae which act as a gamete. Another part of the hyphae act as the another gamete. See, these two gametes will fuse there. That fusion is called what? Plasmogamy. After plasmogamy, you can see there will be two nucleus. Okay, this stage is called a dikaryotic stage. So next stage, fusion of nucleus. So in the next stage, there must be fusion of nucleus. That means these two nuclei fuse. The fusion of nucleus is called a karyogamy. There is fusion of nucleus called karyogamy. So students, you know fungus, there are three steps: plasmogamy, karyogamy, and the third step is meiosis. So what are the three stages in sexual reproduction of fungus? Plasmogamy, karyogamy and meiosis. Meiosis takes place in the zygote. Okay, how the zygote is formed? Zygote is formed by the fusion of two gamete or two nuclei. So here is zygote. Okay, so here is zygote which is formed by the fusion of two nuclei. And in this zygote, meiosis takes place, and which results in the formation of haploid spores. And students, in sexual reproduction, they form the special structures. Okay, there are special structures formed during sexual reproduction. For example, in mushroom, കുമിലുകൾ അല്ലെ കൂണുകൾ എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? ഈ കൂണുകൾ മഴക്കാലത്ത് ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു പ്രത്യേക സമയത്ത് കൂണുകൾ നമ്മൾക്ക് കാണാൻ പറ്റില്ല. ആ സമയത്ത് ഇതിൻ്റെ ഹൈഫെ മണ്ണിലായിരിക്കും ഉണ്ടാകുക. പിന്നീട് ആ ഹൈഫെകൾക്കിടയിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടന്നിട്ട് ഉണ്ടാകുന്ന ഒരു പ്രത്യേകതരം സ്ട്രക്ചറാണ് നമ്മൾ ഈ കാണുന്നത്. ഇത്തരം സ്പെഷ്യൽ സ്ട്രക്ചേഴ്സിനെ വിച്ച് ഈസ് ഫോംഡ് ഡ്യൂറിങ് സെക്ഷൽ റീപ്രൊഡക്ഷൻ, they are called a fruiting bodies. What are they? Fruiting body. So after sexual reproduction, spores will form, and spores are present inside this fruiting body. So what are fruiting bodies? These are various structures which are formed during sexual reproduction of fungus
in which different types of spores are produced. Okay, so during sexual reproduction, you can see a special structure formed from fungus which produces different types of spores. They are called fruiting bodies. So students, what are the three stages of sexual reproduction in fungus? First plasmogamy, then karyogamy, then meiosis, and there is the formation of haploid spores. And haploid spores are produced in fruiting bodies after meiosis. Now students, first stage plasmogamy means fusion of protoplasm. Second is karyogamy. Sometimes in some fungus, the karyogamy takes place very late. Sometimes after plasmogamy, there is no immediate karyogamy. In such cases, you can see fungus, many fungal cell with two nuclei. That stage is called a dikaryon. Dikaryon. So dikaryon means a cell with two nucleus, and that phase is called a dikaryotic phase. That phase is called a dikaryotic phase. Some fungal groups, some fungal classes called a basidiomycetes, Okay. Another one, ascomycetes. In these basidiomycetes and ascomycetes, you can see a long or prolonged stage of dikaryotic phase. Why there is a long stage of dikaryotic phase? Because when plasmogamy not immediately follows that karyogamy, followed by karyogamy. Okay, so what are the three stages in sexual reproduction of fungus? Plasmogamy, karyogamy, and meiosis. During this, fruiting body is formed. In some fungus, there is no immediate karyogamy, which result, thereby you can see in many cells there will be two nucleus, and that called a dikaryon, that cell. And that particular phase is called a dikaryotic phase. Okay. So students, actually that meiosis is a reduction division that takes place inside the fruiting body, and that lead to the formation of spores. Okay, spores are haploid. Here only one of the structure is diploid, which is it? Only zygote is diploid. Okay. So students, you studied various characters of fungus. Now fungus are classified into different classes. Fungi are classified into different classes. This is based on morphology of mycelium. So students, basis for the classification of fungi are morphology of mycelium, mode of spore formation, and fruiting bodies. On the basis of into mainly four classes. Okay, they are phycomycetes, then ascomycetes, then basidiomycetes, then deuteromycetes. See, these classes are not included in focus area. That's why I am not discussing. Okay, only basis for classification of fungi. Up to that only these are included. Still you can study. There are mainly four classes. What are they? Phycomycetes, ascomycetes, basidiomycetes, and deuteromycetes. Now we can discuss some common fungus, some common type of fungus. Yeast, which is used to make bread and beer. Puccinia, which causes wheat rust disease. Puccinia is a fungus which causes wheat rust disease. And penicillium, from the penicillium fungus we can extract penicillin. From the penicillium fungus we can extract penicillin. Some extra examples, albugo, a fungus, albugo, which causes a white rust disease in mustard. Disease in mustard. Okay. Then there is rhizopus.
Rhizopus. This is called a bread mold. And there is mucor also. You know, nowadays hearing about black fungus. Mainly this mucor and Rhizopus are included in black fungus. Okay, mucor and some species of mucor and Rhizopus that causes black fungus disease. Okay, and students, here is some pictures of some of the pictures seen in your NCERT. Okay, first one is of mucor. Here it is, mucor. Next one, Aspergillus. And next one, Agaricus. You know, this Agaricus is the mushroom, and this is edible mushroom, Agaricus. And the edible part of this mushroom is fruiting body. This particular structure is fruiting body, and this fruiting body in Agaricus, there is a specific name for the fruiting body of Agaricus, that is called a basidiocarp, because this is in the class Basidiomyces. അപ്പോൾ ഫംഗസിൻ്റെ കൂണുകളുടെ നമ്മൾ ഭക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഭാഗം അതിൻ്റെ ഫ്രൂട്ടിംഗ് ബോഡിയാണ്. അതിനെ നമുക്ക് ബെസീഡിയോ കാർപ്പ് എന്ന് വിളിക്കാം. ഓക്കെ, അഗാരിക്കസിൻ്റെ സ്പീഷീസുകളാണ് പൊതുവേ നമ്മൾ കൂണുകൾ അല്ലെങ്കിൽ മഷ്റൂം എന്ന് പറഞ്ഞ് നമ്മൾ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത്രയാണ് നമുക്ക് ഫംഗസിൽ പഠിക്കാനുള്ളത്. നമുക്ക് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട്, ഇപ്പോൾ പഠിച്ചതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സിംപ്ലി മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. Okay, students, here yeast. Yeast is unicellular fungus. Yeast is unicellular fungus. It is not filamentous. Okay, yeast is a unicellular fungus which is not filamentous, and it is used to make beer and bread. Okay, then penicillium. This is the source of antibiotic penicillin. Then lichen. What are lichen? These are symbiotic association of algae and fungi. What are mycorrhiza? Yes, these are the association of fungi and roots of higher plants. Then karyogamy, fusion of nucleus. Conidia. What are conidia? Very important point. Conidia. Conidia are the asexual spores of fungus. Conidia are the asexual spores of fungus. Then aseptate hypha. Aseptate hypha means hyphae without cross wall or septa. They are always xenocytic or multinucleated. Okay. Now select odd one. Sporangiospores, Conidia, zoospores, ascospores, aplanospores. Here which is the odd one? Which is odd one here? Yes, ascospores. Why? Because all others are asexual spores of fungus, but ascospores, basidiospores, oospores, these are sexual spores of fungus. Next, arrange the 3 steps of sexual reproduction in fungi. Which is the first step, students? Plasmogamy. Plasmogamy is the first step. Which is the second step? Karyogamy. And which is the third step? Meiosis. Okay, so arrange them. First you have to write plasmogamy. So what are the 3 steps? Plasmogamy, karyogamy, meiosis. Before plasmogamy, there will be hyphae. Within the hyphae, plasmogamy takes place, karyogamy takes place. Then fruiting body forms. Within the fruiting body, meiosis takes place and produces spores. Okay, so you can arrange plasmogamy, karyogamy, meiosis. Enough. Then, which is the causative organism of white rust disease? Which is the wheat rust disease? Rust disease in which is the causative organism of rust disease in wheat? That is Puccinia. This is also important point. Puccinia causes wheat rust disease
in fungus. In wheat. That's all fungus. Next topic we will discuss viral.